കേൾക്കുന്നതാണ്. അത് കേട്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാര് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദരിമാർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ അതിന് പിൻപിൽ മാറ്റി വെക്കുന്നല്ലേ ചെയ്യുന്ന ഒരു അധ്വാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്, ഒരു സാധാരണക്കാരനോ ഒരു പുരുഷനോ ഓരോ കുട്ടിക്കോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇപ്പോൾ തന്നെ 5-ാം തീയതി സ്കൂൾ തുറന്ന ദിവസമാണ്. ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും രാവിലെ തന്നെ എണ്ണീറ്റ് പിള്ളേരെ സ്കൂളിൽ വിട്ട് എല്ലാ കാര്യങ്ങളും ഒതുക്കി വൈകുന്നേരത്തേക്കിന് വരെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും പകുതി പേര് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കും നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ പോകും. നമുക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം പോകും. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര ലഘൂകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും പ്രാർത്ഥിക്കാനല്ലേ അവർക്ക് അറിയത്തുള്ളൂ എന്ന് പറയുന്നതല്ല. നമ്മൾ അതിനു വേണ്ടി, അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ മാനിക്കുക എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നോണ്ടല്ല, അതിന് പിൻപിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനം, അതിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളെ കുറിച്ച് മറ്റാർക്കും അറിയത്തില്ലെങ്കിലും നമ്മുടെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ മാനിച്ച് ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ഞാനൊക്കെ ഇവിടെ ആയിരിക്കുന്നതിന് പിൻപിൽ ഒരുപാട്, എൻ്റെ മമ്മി ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് സഹോദരിമാരുടെ അനേകരുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നും വൃഥാവായി പോകില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും മറ്റാർക്കും ഇല്ലെങ്കിലും നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പം നമ്മളിപ്പം ഓൺലൈനിലൂടെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം നമ്മളൊരു ഓഫ്ലൈൻ ആയിട്ടുള്ളൊരു മീറ്റിങ്ങിന് വന്നിരിക്കുമ്പോൾ നമ്മൾ അവരെ കാണുന്നത് കൊണ്ടും അവരെ ഫിസിക്കലി അറിയാൻ പറ്റുന്നത് കൊണ്ടും നമുക്ക് ശ്രദ്ധ വിട്ടു പോകത്തില്ല. പക്ഷെ ഓൺലൈനിൽ അങ്ങനെയല്ല, ഒരുപാട് ശ്രദ്ധ വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ പലരുടെയും വിഷയങ്ങൾക്ക് വേണ്ടി പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെ പലർക്കും വേണ്ടി ജാഗരിക്കുന്ന, പലരുടെയും ആഗ്രഹങ്ങളും പലരുടെയും ജീവിതത്തിന് വലിയ ഫ്യൂച്ചർ, അവരുടെ ഭാവിക്ക് വേണ്ടി ചിന്തിക്കുന്നവരും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരാണ്. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ ഭാരങ്ങളിൽ പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ ലോകത്തിലാക്കി വെക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ച്, രഞ്ജി എന്ന് പറയുന്ന എന്നെ കുറിച്ച്, ബിന്ദു സിസ്റ്റർ എന്ന് പറയുന്ന ബിന്ദു സിസ്റ്ററിനെ കുറിച്ച്, ആൻസി സിസ്റ്ററിനെ കുറിച്ച്, അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും വ്യക്തിപരമായി ദൈവത്തിന് ഒരു കാഴ്ചപ്പാടും ഒരു ഉദ്ദേശവും ഒരു ആഗ്രഹവുമുണ്ട്. നമ്മൾ ആ ആഗ്രഹത്തിലേക്കും ആ ഉദ്ദേശത്തിലേക്കും ആ ഭാവിയിലേക്കും നമ്മൾ എത്തിയില്ല എങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ എത്രത്തോളം പ്രാർത്ഥിച്ചാലും എത്രത്തോളം ജാഗരിച്ചാലും എത്രത്തോളം ദൈവസന്നിധി ഇരുന്നെന്ന് പറഞ്ഞാലും ഒരു തൃപ്തിക്കുറവ്, അല്ലെ ഞാൻ എങ്ങും എത്തിയില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ അതൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു, എവിടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഞരക്കം എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു നമുക്കെപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒരുപാട് ജാഗരിക്കുന്നു, ഞാൻ എല്ലാ മീറ്റിങ്ങിലും വളരെ ആവേശത്തോടെ പോകുന്നു, പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ശൂന്യതയാണ്. എനിക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്തതുപോലെ ഒരു നിരാശയാണ്. ഞാൻ ആരോടൊക്കെ എത്രയൊക്കെ തുറന്നു പറഞ്ഞാലും എൻ്റെ ഉള്ളിലെ ആ മനപ്രയാസം എന്നെ വിട്ടു മാറുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മളെ തന്നെ മറന്നു പോകുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാനൊരു കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയും കൂടെ ടച്ച് ചെയ്തു പോകേണ്ട അത്യാവശ്യമാണ്. കാരണം ആ കാര്യത്തിലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, അമ്മമാരൊക്കെ അവരുടെ മക്കളുടെ വിഷയത്തിന് വേണ്ടിയൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന മക്കളെക്കാട്ടിലും നീറിപ്പോകുന്ന വിഷയമാണ് അവരുടെ ഉള്ളിൽ. അവരെ ആരും കാണുന്നില്ല, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് വേണ്ടി ആരും ഒരു 10 മിനിറ്റ് പോലും ചെലവാക്കുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ വകവെക്കാൻ പോലും ആരും ഇറങ്ങിത്തിരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും കൂടെ എന്നോട് ഒരു അമ്മ പറഞ്ഞാണ്, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എനിക്കറിയാം നാളെ ഞാൻ ഈ കഷ്ടപ്പെടുന്ന എൻ്റെ മക്കൾ പോലും എന്നെ നോക്കത്തില്ല.
അത് അവരുടെ ഉള്ളിലെ ഒരു നീറിപ്പൊഹയുന്ന ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഈ 2026 ചില കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി 2026 ദൈവദൂതുകളെ കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടി 2026 ദൈവമഹത്വത്തെ കരസ്ഥമാക്കണം. 2026 വാഗ്ദത്വം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയായിരിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്വം ദൈവം വേറെ കൊടുത്തോളും. നമ്മുടെ ഭർത്താവിന് വേണ്ടിയുള്ള വാഗ്ദത്വം ദൈവം വേറെ കൊടുത്തോളും. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദത്വം ദൈവം വേറെ കൊടുത്തോളും. ദൈവം ധാരാളം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് അതിന്റെ ഇടയിൽ നമുക്കുള്ള അനുഗ്രഹം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 2026 ഈ തുടക്ക മാസത്തിൽ, ഈ 5-ാം തീയതി, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവം നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് ഇടപെടണം, നീ എന്നെ കാണണം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ട് സംസാരിക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് ഈ വർഷകാലം മുഴുവൻ ഒരുമിച്ച് ചേർത്ത് പിടിക്കത്തക്ക രീതിയിൽ നീ എന്നോട് സമീപസ്ഥനായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കണം നമ്മൾ ഇന്നത്തെ ഈ പ്രസംഗം, ഈ മെസ്സേജ് കേൾക്കുവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ശ്രദ്ധ വിട്ടു പോവാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം, കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധ വിട്ടു പോകാൻ നിങ്ങൾ കേട്ടാൽ മതി. അങ്ങനെയുള്ള എല്ലാ വിധമായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. വളരെ സുപരിചിതമായിട്ട് നമ്മൾ മറക്കണമെന്ന് ആഗ്രഹിച്ച പോലും മറക്കാത്ത ഒരു അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ആരും ബൈബിളിലേക്കൊന്നും പോകേണ്ട, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഞാനിതെല്ലാം പറഞ്ഞോളാം. ബൈബിളിൽ നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്ന സാറയും അബ്രഹാമിനെ കുറിച്ചുമാണ്. സാറയും അബ്രഹാമിനകത്തും പറയുന്ന ഒരു കാര്യം, സാറയെ കുറിച്ച് പറയുന്ന, സാറ അനേകം വംശങ്ങൾക്ക് മദർ ഓഫ് നേഷൻസ് എന്നാണ് പറയുന്നത്. മദർ ഓഫ് നേഷൻസ് എന്ന് പറയാനുള്ളത് യഹൂദന്മാരുടെ പുസ്തകങ്ങളായിട്ടുള്ള ഈ യഹൂദന്മാരുടെ കമൻട്രീസ് എന്ന് പറയുന്നത് മിഡ്രാഷ് എന്നാ പറയുന്നത്. ആ കമൻട്രീസിനകത്ത് പോലും പറയുന്നത്, സാറയെ കുറിച്ച് പറയുന്നത് മദർ ഓഫ് നേഷൻസ് എന്നാണ്. ഈ നമുക്കിപ്പം പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വലിയ ശുശ്രൂഷ ആ കാലഘട്ടത്തിൽ മാട്രിയാർക്കി എന്ന് പറയും. അമ്മ എന്ന് പറയുന്ന സ്ഥാനം, സ്ത്രീ എന്ന് പറയുന്ന സ്ഥാനം, അല്ലെ ആ മാതൃത്വത്തിന്, അല്ലെ സ്ത്രീയുടേതായിട്ടുള്ള സ്ഥാനങ്ങൾക്ക് അവരുടെ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനം വഹിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ റബനിക് പുസ്തകങ്ങളിൽ സാറയെ കുറിച്ച് പറയത്തക്ക രീതിയിൽ സാറ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. സാധാരണ യഹൂദന്മാരുടെ പുസ്തകങ്ങളിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം വളരെ കുറവാണ്. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ പല ഇടങ്ങളിലും ഈ യഹൂദ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടേതായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നും. പക്ഷെ ഈ മെഡ്രാഷിനകത്ത് പോലും സാറയെ കുറിച്ച് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെങ്കിൽ, സാറ എന്ന് പറയുന്ന വ്യക്തി ബൈബിളിൽ വെറുതെ എറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും വിചാരിക്കും, ഞാൻ ഇവരുടെ ജീവിതത്തിൽ വെറുതെ ഉണ്ടായ ഒരാളാണ്, ഞാൻ ഇവരുടെ ജീവിതത്തിൽ വെറുതെ നിൽക്കുന്ന ഒരു കാഴ്ചക്കാരി മാത്രമാണ്. അങ്ങനെയല്ല. ബൈബിളിൽ സാറയെ കുറിച്ച് എഴുതണമെങ്കിൽ, ബൈബിളിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് എഴുതണമെങ്കിൽ അവർക്ക് അത്രമാത്രം പ്രാതിനിധ്യം ദൈവം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ബൈബിളിൽ വളരെ ചുരുക്കമാണെങ്കിൽ പോലും സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നോട് ബിന്ദു സിസ്റ്റർ പറഞ്ഞത് ഫാമിലിയെ കുറിച്ച് സംസാരിക്കണം. ഫാമിലിയെ കുറിച്ച് സംസാരിക്കുന്നതിനകത്ത് ഏറ്റവും, ഫാമിലി സൈക്കോളജിക്കകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫീമെയിൽസിനാണ്, സ്ത്രീകൾക്കാണ്, സഹോദരിമാർക്കാണ്. പലപ്പോഴും ഫാമിലിയുടെ ഭാഗമെന്ന് നമ്മൾ കാണുന്ന പല സിസ്റ്റത്തെയും താങ്ങി നിർത്തുന്ന, ഇന്ന് പറയുന്ന കുടുംബ വ്യവസ്ഥകളെ നിലനിർത്തി സ്ത്രീകൾ ഫാമിലി എന്ന് മാത്രമാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും, നമ്മുടെ കുടുംബത്തിന്റെ എവിടെയാണ് നമ്മൾ തകർന്നു പോയിരിക്കുന്നത് എന്നതിനെ കുറിച്ചും, എവിടെയാണ് നമ്മൾ പണിയേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്ക് കാഴ്ചപ്പാട് കിട്ടും. പല സമയങ്ങളും നമ്മൾ സഹോദരിമാര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള വിഷയങ്ങളെ, റൂട്ട് കോസസിനെ അഡ്രസ്സ് ചെയ്യാതെ പല പെരിഫറൽ ആയിട്ടുള്ള, പല പുറമേ കാണുമ്പോൾ ഇങ്ങനെ വിഷയങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ഞാനൊരു 21 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ പ്രശ്നം മാറും, അല്ലെ ഞാൻ
ഞാൻ ഏതെങ്കിലും ഒരിടത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ പ്രശ്നം മാറും, അല്ലെ ഞാൻ ഇന്ന ആളോട് എന്റെ കാര്യം തുറന്നു പറഞ്ഞാൽ എന്റെ പ്രശ്നം. അങ്ങനെയല്ല. നമ്മൾ ഇന്ന വിഷയമാണ് എന്റെ ഭവനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. ആ വിഷയത്തിൽ ഞാൻ എങ്ങനെ ഇറങ്ങി എന്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവും പ്രാപ്തിയും സാമർഥ്യവും എനിക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്വവും എനിക്ക് തന്നിട്ടുള്ള പേർപ്പസും ഞാൻ എങ്ങനെ എന്റെ ഫാമിലി ലൈഫിൽ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ ഉപയോഗിക്കുന്നു, അവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 15-ാമത്തെ വാക്യം വരെയാണ്. ഇന്നത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന വംശങ്ങളുടെ പിതാവ് ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് താൻ പടിവാതിൽക്കൽ പോയി ഇരിക്കുകയാണ്, റെസ്റ്റ് ചെയ്യില്ല. പടിവാതിൽക്കൽ ഇരിക്കുക എന്ന് പറഞ്ഞ അന്ന കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ സെറ്റിംഗ് ആണ്. അവിടെ അവർ ബിസിനസിനെ കുറിച്ച് സംസാരിക്കും, അവിടുത്തെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും, പല നിയമങ്ങളെ കുറിച്ച് ചിന്തിക്കും, പല ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കും, പല തീരുമാനങ്ങൾ എടുക്കും, പല ബന്ധങ്ങൾ ഉണ്ടാകപ്പെടും, പല ബന്ധങ്ങൾ തകർക്കപ്പെടും. അങ്ങനെ നടക്കുന്ന ഒരു ഇടമാണ് ഈ സിറ്റി ഗേറ്റ് എന്ന് പറയുന്നത്. അവിടെ വന്നിട്ടാണ് അബ്രഹാം ഇരിക്കുന്നത്. അവിടെ അബ്രഹാം പൊതുവെ എല്ലാവരെയും കൂടി ഇരിക്കുന്ന അബ്രഹാമാണ്. പക്ഷെ ആ ദിവസം അബ്രഹാം ഇരുന്നപ്പോൾ അബ്രഹാം കാണുന്നത് 3 വിസിറ്റേഴ്സ് അതിലൂടെ കടന്നു പോകുന്നതാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്നത്തെ പോലെ നമ്മളെ പോലെ കാറോ ജീപ്പോ ബസ്സോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും നടന്നാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സിറ്റി ഗേറ്റിൽ ഇരിക്കുന്നവർ ഈ പറയുന്ന നടന്നു പോകുന്ന യാത്രികരെ അവരുടെ വീട്ടിൽ കൊണ്ടുപോവുകയും ഭക്ഷണം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അബ്രഹാം ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാം അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ 3 പേര് പോകുന്നത് കണ്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവരെ നിർബന്ധിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുക. വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അബ്രഹാം ഓടിച്ചെന്ന് സാറയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവർക്ക് വേണ്ടി അപ്പം ഉണ്ടാക്കണം, ഏറ്റവും നല്ല മൃഗത്തെ മുറിച്ച് അത് നല്ലൊരു സ്റ്റൂ ആക്കി മാറ്റണമെന്ന് പറയും. ഈ പറയുന്ന അപ്പം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടി അബ്രഹാം ആട്ടയുടെ 5 കിലോ അല്ല എടുത്തു കൊടുത്തത്. അബ്രഹാം പറഞ്ഞത് 16 തൊട്ട് 22 കിലോ മാവ് എടുത്തിട്ട് കുഴയ്ക്കാനാണ്. നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുമോ? നമ്മുടെ അച്ചായൻ വന്നിട്ട് നമ്മളോട് പറയാണ്, മോളെ നീ ഒന്നും നോക്കണ്ട, അവിടെ ഇരിക്കുന്ന ഒരു 20 കിലോ ചാക്കിലെ അരി എടുത്തിട്ട് ഇന്ന് അങ്ങോട്ട് ചോറ് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മൾ ആദ്യമേ ചോദിക്കും എത്ര പേരാണ് കഴിക്കാനുള്ളത്. അപ്പൊ എത്ര പേരാ കഴിക്കാൻ? 3 പേർക്ക് എന്തായാലും 16 കിലോ 20 കിലോ ആട്ടയുടെ മാവ് നമ്മൾ കുഴയ്ക്കത്തില്ല. പക്ഷെ സാറ് ഇവിടെ ഒന്നും പറയാതെ എടുത്തിട്ട് കുഴയ്ക്കുന്നുണ്ട്. കുഴച്ച് നല്ല രീതിയിൽ അപ്പം ചുടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് സാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് സാറയ്ക്ക് വന്നിരിക്കുന്ന ദൈവിക വിസിറ്റേഴ്സ് ആണ് എന്നുള്ള ഒരു ഉൾവിളി, ഉള്ളിലുള്ള ഒരു തിരിച്ചറിവുണ്ട് സാറയ്ക്ക്. നമ്മുടെ വീട്ടിൽ വരുന്നവർ ആരാണ് എന്നുള്ള തിരിച്ചറിവായിരിക്കണം സ്ത്രീകളായ നമ്മൾക്ക് ആദ്യമേ ഉണ്ടാകേണ്ടത്. നമ്മുടെ വീട്ടിൽ വരുന്ന ദൂതനാണോ, നമ്മുടെ വീട്ടിൽ വരുന്ന ദോഷം ചെയ്യാനാണോ, നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ വാർത്തകൾ അറിയാനാണോ, നമ്മുടെ വീട്ടിൽ വരുന്നത് ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ജാഗരിക്കാനുള്ളവരാണോ എന്ന് തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പല സമയങ്ങളിലും സ്ത്രീകൾ ഒരു ബലഹീന പാത്രമാണ് എന്ന് പറഞ്ഞ് പല സമയങ്ങളിലും നമ്മളെ അപായപ്പെടുത്തുന്ന, നമ്മുടെ ചിന്തകളെ അപായപ്പെടുത്തുന്ന ഒരുപാട് പേര് വരും. അത് പുരുഷന്മാര് എന്ന് മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള സ്ത്രീകൾ തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അവരുടെ ഉള്ളിൽ അവർ വഹിക്കുന്ന ദോഷകരമായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കല്ലേ, നമ്മളെ അതിലേക്ക് ചേർക്കുവാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ, എൻ്റെ വീട്ടിൽ കടന്നു വരുന്ന ആളുകൾ ദൈവഹിതപ്രകാരമുള്ളവരല്ല എങ്കിൽ അവരെ നിർത്തേണ്ടടുത്ത് നിർത്തുവാൻ സ്ത്രീകളായ നമ്മളെ കൊണ്ട് സാധിച്ചിരിക്കണം. ഹല്ലേലൂയ. അവരെ എവിടെ നിർത്തണം എന്ന് വെച്ചിട്ട് വീട്ടിൽ കയറി വരുന്നവരെ ആട്ടിപ്പായിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അവരോട് എന്താണ് പറയുന്നത്, നമ്മൾ അവരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, നമ്മൾ അവരുടെ മുമ്പിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇറച്ചിയോ മീനോ ഏത്തപ്പഴമോ അല്ല, നമ്മുടെ മനസ്സിലുള്ള വിഭവങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാരങ്ങൾ ആരുടെ മുമ്പിലാണ് നമ്മൾ ഇറക്കി വെക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ നല്ലൊരു ബോധ്യം നമ്മൾ സഹോദരിമാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സാറ എന്ന് പറയുന്ന ആൾ സെർവ് ചെയ്യുവാൻ ഏത് സമയത്ത്, ഉച്ചയായ സമയത്താണ് ഇത് നടക്കുന്നതെന്ന് വിചാരിക്കാം. ഈ സമയത്തെങ്കിൽ ഈ ആഹാരം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഈ സാറയുടെ വീട്ടിലാകെ 5 പേരോ 10 പേരോ അല്ല,
സാറയും സാറയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ളവരും അബ്രഹാമിന് ഹെൽപ്പ് ചെയ്യാനുള്ളവരും ജോലിക്കാരും എന്നൊക്കെ പറഞ്ഞ് 10-200 പേരിൽ കൊണ്ട് ഇത്രയും പേർക്ക് ആഹാരം വെക്കുന്ന നേതൃത്വം നയിക്കുന്ന സാറ എല്ലാ ജോലിയും കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അബ്രഹാം എന്ന് പറയുന്നത്, നമുക്ക് 3 ഗസ്റ്റ് ഉണ്ട്, നീ ഒന്നും നോക്കണ്ട, 16-20 കിലോ എടുത്ത് കുഴച്ചോളെ. അപ്പൊ ആ സമയത്ത് പോലും സെർവ് ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ട്. നമ്മളെ ആണെങ്കിൽ പോലും നമുക്കും സെർവ് ചെയ്യാനുള്ള മനസ്സുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്നവരെ സെർവ് ചെയ്യുന്നത് നമ്മളാണ്. ഈ എത്ര ഗസ്റ്റിനെയൊക്കെ ഞാൻ ചില സമയത്ത്, ഞങ്ങൾ അമേരിക്കയിലൊക്കെ ആയിരുന്ന സമയത്ത് വീട്ടിൽ ഗസ്റ്റിനെ വരുമ്പം എൻ്റെ മോൾ ഈ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് റോഡിൽ കാണുന്നവരെയൊക്കെ വീട്ടിൽ വിളിക്കുമായിരുന്നു, യു കം ടു അവർ ഹൗസ്, മൈ മദർ വിൽ മേക്ക് ഗുഡ് ഫുഡ്. നിങ്ങൾ വീട്ടിൽ വരൂ, എൻ്റെ അമ്മ നിങ്ങൾക്ക് നല്ല ആഹാരം ഉണ്ടാക്കി തരും. ഞാനപ്പോൾ അവൾ വീട്ടിൽ വരുമ്പോൾ കൊച്ചു കുഞ്ഞാണെങ്കിലും ഞാൻ പറയും, മോളെ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പാടായിരിക്കും. കാരണം എന്തുണ്ടാക്കണം, എത്ര ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ സെർവ് ചെയ്യുന്നവരാണ്. നമ്മൾ ആൾക്കാർക്ക്, നമുക്ക് ദേഷ്യം വരുമ്പോഴും നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നവരാ. പക്ഷെ ചില സമയത്ത് നമുക്കൊരു മുഷിപ്പുണ്ടാകാം, ചില സമയത്ത് നമ്മുടെ മാനസിക ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം നമുക്കൊരു മടുപ്പുണ്ടായിരിക്കാം. അതൊക്കെ സത്യമാണ്. പക്ഷെ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് അത്രമാത്രം ഒരു മനസ്സുള്ളവർക്കും അത്രമാത്രം ഒരു ആഗ്രഹമുള്ളവർക്കും അത്രമാത്രം മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുള്ളവർക്കും മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വിശപ്പിനെ കുറിച്ച്, മറ്റുള്ളവരുടെ ദാഹത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ ആവശ്യത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തയുള്ളവർക്ക് മാത്രമേ അവർ ക്ഷീണിച്ചിരിക്കുമ്പോഴും ഒരാൾ കയറി വരുമ്പോൾ, ഒരാളൊരു അവസ്ഥ പറയുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവരെ ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ കഴിയുള്ളൂ. അതൊരു പ്രത്യേക ഗിഫ്റ്റാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച്. നമ്മൾ കണ്ടിട്ടില്ലേ, ഭർത്താക്കന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. നിങ്ങൾ വേണേ ഭർത്താക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നിരിക്കും, ഓ എല്ലാം ചെയ്തു. പക്ഷെ പലപ്പോഴും അവർക്കൊരു മുഷിപ്പ് വന്നു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ജോലി ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, ട്രെയിനിലിരുന്ന് പിറ്റേ ദിവസത്തേക്കിനുള്ള അവിയലിനും സാമ്പാറിനും ഉള്ളത് അരിഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിൽ ചെന്നാലും ക്ഷീണമുണ്ട്, പക്ഷെ അവർ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും അവരുടെ വീട്ടിലുള്ളവർ അവരെ കാത്തിരിക്കുവാണെന്നും അവരുടെ വീട്ടിലുള്ളവരെ കരുതണമെന്നും അവരെ കരുതിയില്ലെങ്കിൽ വേറെ ആരും കരുതാനില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, ഇതെല്ലാം ദൈവം മാനിക്കുന്നതാണ്. ഇതൊന്നും മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും, മറ്റുള്ളവർ കണക്കിട്ടില്ലെങ്കിലും ഇതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് ഞാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സൃഷ്ടിച്ച എൻ്റെ ഏറ്റവും നല്ല വ്യക്തികളാണ് എന്നുറപ്പ് നമ്മുടെ ദൈവത്തിനുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാറ ശ്രദ്ധിച്ചു. ദൂതന്മാരല്ല, ഗസ്റ്റ് വീട്ടിൽ വന്ന് സംസാരിക്കുന്നത് സാറ അങ്ങിരുന്ന് ചിന്തിക്കുക മാത്രമല്ല, അത് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്തു. സാറ ശ്രദ്ധിക്കുന്നത് വെറുതെ ഒന്നുമല്ല. പല സമയങ്ങളിലും സാറ ശ്രദ്ധിച്ചാൽ മാത്രമേ ആ വീട്ടിലെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിലെ നമ്മളിപ്പോ അടുക്കളയിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ മുറിയിലിരുന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുന്ന അമ്മമാരാണ് നമ്മൾ. നമ്മുടെ ഭർത്താക്കന്മാർ പുറത്തു പോകുമ്പോഴും അവർ ഏത് ആരോഗ്യസ്ഥിതിയിലാണ് പുറത്തു പോയത്, അവർക്ക് എന്താണ് ആവശ്യം വരുന്നതെന്ന് വീട്ടിലിരുന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കുട്ടികളെ പല രാജ്യങ്ങളിൽ പഠിക്കാൻ വിടുമ്പോഴും അവർക്ക് ഒരു അസുഖം വരാൻ പോകുന്നത് മനസ്സാലും ശരീരത്താലും തിരിച്ചറിയാൻ കഴിയുന്നവരാണ് നമ്മൾ. അതിനാണ് പറയുന്നത് ആക്റ്റീവ് എംപത്തറ്റിക് ലിസണിങ് എന്ന് പറയുന്നത്. എവിടെ ആയിരുന്നാലും അവരുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കുവാൻ, അവരുടെ ഷൂവിൽ നിന്ന് അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാറയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ കാര്യങ്ങളിൽ എല്ലായിടത്തും അവരുടെ പ്രസൻസ് കാണപ്പെടുന്നില്ല എങ്കിൽ പോലും അവരെല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും ശ്രദ്ധിക്കുവാൻ, കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ, കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, കാര്യങ്ങളെ കേൾക്കുവാൻ അതിനൊരുക്കമുള്ളവരും അതിനുവേണ്ടി ഒരു മനസ്സുള്ള സ്ത്രീയുമായിരുന്നു സാറ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം സാറയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ ഭയമുള്ള ഒരു സ്ത്രീയായിരുന്നു. 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാറയുടെ ഒരു പേടിയുണ്ട്. പേടി കൊണ്ടാണ് സാറ കള്ളം പറയുന്നത്, ഞാൻ ചിരിച്ചില്ല എന്ന്. പല സമയങ്ങളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പലരും പ്രാർത്ഥനയുടെ കൊടിമുടിയിൽ നിൽക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും ഈ ഭയം.
ഞാൻ എന്തായിത്തീരും, എൻ്റെ ഭാവി എന്തായിത്തീരും, എന്നെ നോക്കാൻ ആരെങ്കിലും കാണുമോ, എന്നെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും കാണുമോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ വീടിൻ്റെ അവസ്ഥ എന്തായിത്തീരും, ഞാനൊന്ന് കിടന്നു പോയാൽ ഒരു ഇച്ചിരി വെള്ളം പോലും എടുത്തു തരാൻ എനിക്ക് ആരും കാണത്തില്ല, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും ചോദിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ളൊരു ഭയം. സാറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എനിക്ക് കുഞ്ഞില്ല എന്നുള്ളൊരു ഭയം മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്ന, മറ്റുള്ളവരെ നയിക്കുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു ബലഹീനതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഭയമുണ്ട് എന്ന് പുറത്ത് കാണിക്കുന്ന ഒരു വലിയ കുറവായിരിക്കും. എന്നെ കേൾക്കുന്നവരിൽ ഒരുപാട് പേര് പാസ്റ്റേഴ്സിന്റെ വൈഫ്സ് ഉണ്ടായിരിക്കും, അല്ലെ ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ടായിരിക്കും. ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ അല്ലെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ പ്രാർത്ഥന കുറവ് കൊണ്ടാണ്, അല്ലെ നിങ്ങളൊരു പാപം ചെയ്യുന്നതുകൊണ്ടാണ്, നിങ്ങളുടെ പോരായ്മ കൊണ്ടുള്ളതാണ്, നിങ്ങളുടെ വായോ നിങ്ങളുടെ മനസ്സോ ഒന്നും ശരിയല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾക്ക് മറ്റുള്ളവരോട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പോലും പറയാൻ പറ്റാത്തവരാണ് പലപ്പോഴും മിനിസ്ട്രിയിലുള്ളത്. ഞാൻ പലപ്പോഴും ഞാൻ ശുശ്രൂഷയിലൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഞാനായിരിക്കുന്ന ജനറേഷൻ വളരെ ഡിഫറെന്റ് ആണ്. പ്രായമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രശ്നം വന്നാലും അത് സാരമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ ഇച്ചിരൂടെ ആൾക്കാരോട് തുറന്നു പറയും, ഇന്നൊരു പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കല്ലേ, ഇന്നൊരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇന്നൊരു കാര്യം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് തുറന്നു പറയുന്നവരായതുകൊണ്ട് തന്നെ ഞാൻ പല സമയത്തും കണ്ടിട്ടുള്ള കാര്യമാണ്, അങ്ങനെയാണോ, എനിക്ക് പണ്ട് 2014 എന്റെ കാലൊന്ന് പൊള്ളി ഞാൻ ഇരുന്ന സമയത്ത് എന്നെ കാണാൻ വന്ന വിസിറ്റേഴ്സ് ഒക്കെ പറഞ്ഞത് ദൈവം എന്റെ കാല് പൊള്ളിച്ച് എന്നെ ക്ഷമ പഠിപ്പിക്കുക. അപ്പൊ ഞാൻ ഓർത്ത ഒരു കാര്യം, ദൈവമേ ചിക്കൻ ഫ്രൈ പോലെ കാല് പൊള്ളിപ്പിക്കുന്ന ഒരു ദൈവമാണോ എന്റെ ദൈവം എന്നാണ്. കാരണം ദൈവം അങ്ങനെ നമ്മളെ വേദനിപ്പിച്ച് ക്ഷമ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു ആക്സിഡന്റ് ആണ്, ആക്സിഡന്റ് പെയിൻഫുൾ ആണ്, ആ പെയിൻഫുൾ ആക്സിഡന്റിൽ നമ്മൾ റിക്കവർ ചെയ്യുന്നു. പക്ഷെ മറ്റൊരാൾ ചിന്തിക്കുന്നില്ല, ഒരാൾ നമ്മളോട് പറയുന്ന വാക്കുകൾ നമുക്ക് പലപ്പോഴും വേദനാജനകമായിട്ട്, അതുകൊണ്ട് നമുക്കൊരു പേടി വരും. ഇനി ഞാൻ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ എങ്ങനെയായിരിക്കും കാണുന്നേ, അവരെന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നേ, അവരെന്നെ കുറിച്ച് എന്തായിരിക്കും മറ്റുള്ളവരോട് പറയുന്നേ, അല്ലെ അവരെന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ചോദ്യം ചെയ്യുമോ, അവരെന്റെ ശുശ്രൂഷയുടെ നേരെ വിരല് ചൂണ്ടുമോ? അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ദൈവദാസിമാർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ, ഒരുപാട് വേദനയിലൂടെ, ഒരുപാട് മാനസിക തകർച്ചയിലൂടെയും ശാരീരികമായ ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോയിട്ട് പോലും അവർക്ക് ഒരാളോട് പോലും പറയാൻ പറ്റത്തില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അത്ര പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ ദിനം തോറും കാണുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സാറ നമ്മളെ പോലെയുള്ളൊരു സ്ത്രീയായിരുന്നു. സാറ ബൈബിളിൽ ഇത്രയും വർഷത്തിന് പഴക്കമുള്ള ഒരു പുസ്തകത്തിൽ എഴുതപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ഇന്ന് ഈ 2026 അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങളും പേഴ്സണാലിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങളും ചുറ്റുപാടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും സാറെ ആ കാലത്തും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിള് വായിക്കുമ്പോൾ, ദൈവവചനത്തിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ഇത് ആർക്കോ വേണ്ടി എഴുതപ്പെട്ടതല്ല, ഇത് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഇത് എഴുതപ്പെടുമ്പോഴും ദൈവം നമ്മളെയാണ് കണ്ടത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ പേര് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുന്നതിന് പേര് യഹോവ രഞ്ജിയുടെ ഇടയനാകുന്നു എന്ന് പറയുന്നത്, യഹോവ ബിന്ദുവിന്റെ ഇടയനാകുന്നു എന്ന് പറയും. നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ദൈവമാണ്, നമ്മുടെ സ്വത്താണ്, നമ്മുടെ സ്വന്തമാണ്. നമ്മളെ ഇതിൽ നിന്ന് പറിച്ചു കളയുവാനോ, നമ്മളെ ഇതിൽ നിന്ന് എടുത്തു കളയുവാനോ, നമ്മളെ ഇതിൽ നിന്ന് മാറ്റി കളയുവാനോ ആർക്കും കഴിയാത്ത അത്ര അഭേദ്യമായ ഒരു ബന്ധമാണ് നമ്മളോട് ദൈവം ഉടമ്പടി പ്രകാരം. അബ്രഹാമിനോടും സാറയോടും ഏത് ഉടമ്പടിയാണോ ദൈവം ചെയ്തത്, അതിനേക്കാട്ടിലും തന്റെ രക്തം കൊടുത്തുള്ള ഒരു ഉടമ്പടിയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി വേണം നമ്മൾ ഈ വർഷക്കാലം ജീവിക്കാൻ. ഈ 18-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ വാക്യങ്ങളിൽ ഏറ്റവും അധികമായി നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, ദൂതന്മാർ ദൂത് പറഞ്ഞപ്പോൾ ആ ദൂത് കേട്ട് സാറ ചിരിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സാറ ചിരിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. ഈ വചനം വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ കമന്ററീസ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ അപ്പവും ഈ പാനീയവും എല്ലാം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്ന അബ്രഹാമാണ്. അങ്ങനെ സെർവ് ചെയ്യാൻ പോലും, ഗസ്റ്റ് വരുമ്പോൾ അവർ കൂടി ഇരുന്ന് കഴിക്കാനോ അവർക്ക് കൊണ്ട് കൊടുക്കാൻ പോലും
ഉള്ള അനുവാദമില്ലാത്ത ഒരു കാലത്തെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. പക്ഷേ 18-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അബ്രഹാമിനോട് അവർ ചോദിക്കുക, നിന്റെ ഭാര്യ എവിടെയാ, നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു ചോദ്യം ആ കാലഘട്ടത്തിൽ ചോദിക്കത്തില്ല. പക്ഷെ അവിടെ ചോദിക്കാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സാമൂഹിക വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും ദൈവ വ്യവസ്ഥയിൽ നമ്മളും കൂടെ ചേർക്കപ്പെടുന്നത് മാത്രമാണ് ദൈവിക കുടുംബം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 1-ാമത്തെ ഘടകം എന്ന് പറയുന്നത് സാറ ചിരിച്ചത് സ്വന്തം അവസ്ഥയെ ഓർത്തിട്ടാണ്. ഷീ ലാഫ്ഡ് അറ്റ് ഹെർ ഓൺ സർക്കംസ്റ്റാൻസസ്. സ്വന്തം സാഹചര്യങ്ങളെ ഓർത്ത് സാറ ചിരിച്ചു. എന്തുകൊണ്ടാണ് സാറ സ്വന്തം സാഹചര്യങ്ങളെ ഓർത്ത് ചിരിച്ചത്? സാറ നോക്കുമ്പോൾ, ഒരാൾ നോക്കുവാണെങ്കിൽ സാറയ്ക്ക് ഒന്നിനും കുറവില്ല. സാമ്പത്തികമായി ആ രാജ്യത്തെ ഏറ്റവും ധനവാന്മാരാണ്. ലൂലു എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ് സാറയും അബ്രഹാം എന്ന് പറയുന്നത്. അവരുടെ ആടുമാടുകൾ, അത്രയും ആടുമാടുകൾ ആ പ്രദേശത്ത് ഒരാൾക്ക് പോലും ഇല്ല എന്ന് രേഖപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ആടുമാടുകളെ നോക്കുവാൻ വേണ്ടി ഉള്ള ജോലിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് പോലും ആ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെക്കാട്ടിലും കൂടുതലാകത്തക്ക രീതിയിൽ അത്ര എനോമസ് നമ്പർ ഓഫ് ജോലിക്കാരാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലും ഒരാഴ്ച ഒരു നേരം ഒന്ന് തൂക്കാൻ വിളിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര 500 രൂപയാണ്, 600 രൂപയാണ്, 1000 രൂപ ചോദിക്കുന്നു. അയ്യം കിളയ്ക്കാൻ വരുന്ന ആൾക്ക് 2000 രൂപ കൊടുക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന നമ്മൾ വേണം ചിന്തിക്കേണ്ടത്, സാറേ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ജോലിക്കാർക്ക് ഒരു പഞ്ഞുമില്ല. ജോലിക്കാരെ കൊണ്ട് തട്ടിമുട്ടി ഇരിക്കാൻ വയ്യാത്തതുപോലെ ജോലിക്കാരാണ്. അങ്ങനെയുള്ള സാറ. ഈ സാറയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഓർക്കോ, എൻ്റെ ഭർത്താവ് ഒരു 10 മിനിറ്റ് എങ്കിലും എൻ്റെ കൂടെ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ. പക്ഷെ സാറയുടെ ഭർത്താവ് ഇത്രയും തിരക്കുള്ള മനുഷ്യനാണെങ്കിലും സാറ എന്ന് പറയുന്നത് അബ്രഹാമിന് ജീവനാണ്. സാറയോട് ചോദിക്കാതെ, അല്ലെ സാറയുടെ അനുവാദമില്ലാതെ, സാറയുടെ ഇഷ്ടമില്ലാതെ അബ്രഹാം പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല. അത്ര സ്നേഹമുള്ള ഒരു ഭർത്താവുണ്ട്. പക്ഷെ സാറ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീയാണ്. എനിക്ക് വളരെ സ്നേഹമുള്ള ഭർത്താവുണ്ട്, എനിക്ക് വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഞാനൊരു വിരൽ ഞൊടിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് പോലെ എല്ലാം സെറ്റാണ്. പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളില്ല. എനിക്ക് ഭർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ നാണക്കേടാ. ആൾക്കാർ നോക്കുമ്പോൾ 24 മണിക്കൂർ അയാൾ പുള്ളിക്കാരിയുടെ കൂടെ ഉണ്ട്, പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളില്ല. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു സ്നേഹം? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? മറ്റുള്ളവർ എന്നെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ എൻ്റെ അവസ്ഥകൾ മാറുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ എൻ്റെ കുടുംബം ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുടുംബമില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുണ്ട്, ഉപവാസത്തിന് ഉപവാസമുണ്ട്, ആഹാരത്തിന് ആഹാരമുണ്ട്, വീടിന് വീടുണ്ട്. ഒരു മോള് കാനഡയിലാണെങ്കിൽ വേറെ ഒരു മോൻ ഓസ്ട്രേലിയയിലാണ്. ഇത്രയും വലിയ വീടായിട്ട് പോലും, ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ വീട്ടിലെ ശൂന്യത എന്ന് പറയുന്നത് സാറയ്ക്ക് അടക്കാൻ പറ്റാത്ത, സാറയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത, ഒരാൾക്ക് പോലും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുപോലെയാണ്. സാറെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ കൗണ്ട് ചെയ്യുന്ന, മറ്റുള്ളവർ പറയുന്ന നന്മ എന്ന് പറയുന്നത് സാറയ്ക്കൊരു ശാപമാണ്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കാം നമ്മുടെ മക്കളെ പല രാജ്യത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമ്മൾ വളരെയധികം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അതിനെ അവഗണിച്ചിട്ടായിരിക്കാം നമ്മുടെ ഭർത്താക്കന്മാരെ ജോലിക്ക് നമ്മളോട് വളരെ റൂഡായിട്ട് ഒരു മര്യാദ ഇല്ലാതെ പെരുമാറുന്ന ആൾക്കാരെ നമ്മുടെ വീട്ടിൽ നിർത്തി നമ്മൾ അവരെ നോക്കുന്നവരായിരിക്കാം, അല്ലെ അവരുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചവരായിരിക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് കുറവില്ലെങ്കിലും നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളടക്കങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ വെറും ശൂന്യതയാണ്, ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, ഞാൻ ആരോട് തുറന്നു പറഞ്ഞാൽ പോലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകളുടെ പ്രശ്നം കേൾക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന പങ്കാളി പറഞ്ഞു, ഇതൊക്കെ നിനക്ക് വലിയ കാര്യമാണോ,
ഇതൊക്കെ വിട്ടുകളയേണ്ട കാര്യമില്ല. ഞാൻ അന്നേരം അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എന്നെ കൊണ്ട് ഇത്രയൊക്കെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നിനക്ക് 3 നേരം ആഹാരം തരുന്നുണ്ടല്ലോ, ഞാൻ നിനക്ക് താമസിക്കാൻ വീട് തരുന്നുണ്ടല്ലോ, നിനക്ക് പിന്നെ എന്തിന്റെ കേടാണ്? പല സമയങ്ങളിൽ മുതിർന്ന പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇവൾക്ക് ഈ വീട്ടിൽ എന്തിന്റെ കുറവാണ്, ഇവൾക്ക് ഇവിടെ എന്തിന്റെ ബുദ്ധിമുട്ടാണ്, ഇവൾക്ക് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും ഉള്ളപ്പോൾ, ഒരു കുടുംബജീവിതം ഉള്ളപ്പോൾ തന്നെ ആ കുടുംബജീവിതത്തിൽ ഒറ്റപ്പെടുക എന്ന് പറയുന്ന ഒരു നരകയാതന അതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒറ്റപ്പെടൽ എന്തുവാണെന്ന് മനസ്സിലാകത്തുള്ളൂ. മറ്റുള്ളവർ നോക്കുമ്പോൾ, എൻ്റെ സഹോദരിമാരെ, ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്, ഞാൻ ചില വ്യക്തികളോട് അവരുടെ ഭവനത്തിൽ ഇരുന്ന് അവരുടെ മുഖത്തോട് നോക്കി സംസാരിക്കുന്നത് പോലാണ് ഞാനിത് പറയുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പല സഹോദരിമാരും മറ്റുള്ളവർ അറിയരുത് എന്ന്, മറ്റുള്ളവരെ തുച്ഛീകരിക്കരുത് എന്ന് വിചാരിച്ച്, മറ്റുള്ളവരെ കുറച്ച് കാണരുത് എന്ന് വിചാരിച്ച് അവരുടെ ഭവനത്തിന്റെ അവസ്ഥകളെ, അവരുടെ ഭവനത്തിന്റെ ശൂന്യതകളെ, അവരുടെ ഹൃദയത്തിന്റെ നുറുക്കങ്ങളെ, പലരും ഈ നുറുക്കം മാറാൻ വേണ്ടി ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷെ അവർ 10 പേരുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അത്രയും അടിപൊളി എന്ന് പറയത്തക്ക ആരും കാണില്ല. അവരെ കണ്ടാൽ ഒരു കുറവും കാണത്തില്ല, അവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കും. പക്ഷേ അവരോട് ചോദിച്ചാൽ അറിയാം അവർ കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങൾ. പല സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കരഞ്ഞ് ഇപ്പോൾ അവർക്ക് കണ്ണുനീരില്ലാത്ത അവസ്ഥയാണ്. കരയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കരയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൃദയ നുറുക്കത്തോടു കൂടി ദൈവസന്നിധിയിൽ ഇരുന്നാൽ പോലും ഒരു തുള്ളി കണ്ണുനീര് വരാൻ പറ്റാത്തത്ര നിശ്ചലമായിട്ടുള്ള ഹൃദയത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. സാറയും അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവൾക്ക് ഈ ലോകത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാ നന്മകളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു ഭർത്താവുണ്ട് എന്ന് തോന്നിയാൽ പോലും അവളുടെ ശൂന്യത എന്ന് പറയുന്നത് അവളുടെ മാത്രം ഒരു സത്യമാണ്, അവളുടെ മാത്രം ഒരു വാസ്തവമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ നന്മകളെ എണ്ണുന്ന വിധങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ നന്മകളെ നമ്മൾ കാണുന്ന വിധങ്ങൾ വ്യത്യസ്തമാണ്. മറ്റുള്ളവർ എണ്ണുന്ന നന്മകളെല്ലാം എൻ്റെ ചെക്ക് ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന സാമീപ്യം, ഞാൻ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കലുകൾ, ഞാൻ ആഗ്രഹിക്കുന്ന സാന്ത്വനം, ഞാൻ ആഗ്രഹിക്കുന്ന മറുപടികൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നുണ്ടോ എന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. പക്ഷെ 2026 എന്ന് പറയുന്ന വർഷം അങ്ങനെയുള്ള അവസ്ഥകൾ മാറുന്ന വർഷമായിക്കൊള്ളട്ടെ. അത് വേറെ ഒരാൾ വന്ന് മാറ്റുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ അവസ്ഥ ഇതാണ് എന്നറിഞ്ഞു ഞാൻ എൻ്റെ അവസ്ഥകളെ നോക്കി ചിരിക്കാതെ, എൻ്റെ സാഹചര്യങ്ങളെ നോക്കി ചിരിക്കാതെ അതിനെ അതിജീവിക്കുവാൻ, അതിനെ മറികടക്കുവാൻ, അതിനെ ചാടിക്കടക്കുവാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുമെന്നും ഞാൻ എനിക്ക് വേണ്ടി ചില വൻകാര്യങ്ങളെ നേടുമെന്നും ധൈര്യവും ഉറപ്പും സാമർഥ്യമുള്ള സഹോദരിമാരായി തീരുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് എൻ്റെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാറ ചിരിച്ചത് സ്വന്തം ഫാമിലി ലൈഫിനെ ഓർത്താണ്, തൻ്റെ കുടുംബ ജീവിതത്തെ ഓർത്താണ് സാറ ചിരിച്ചത്. സാറയുടെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. നമ്മൾ പലപ്പോഴും എന്നെ കേൾക്കുന്നവർ പലർക്കും കുട്ടികൾ ഉണ്ടാകാൻ താമസിച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കൊന്നും ഒരു 25 വർഷത്തിന്റെ അല്ലെ 35 വർഷത്തിന്റെ 45 വർഷത്തിന് ശേഷം കുട്ടികൾ ഉണ്ടായി എന്ന് പറയേണ്ട ഒരു കാര്യമല്ല. ഇവിടെ നോക്കുമ്പോൾ അബ്രഹാമിനോട് വാഗ്ദത്തം പറയുമ്പോൾ അബ്രഹാമിന് 75 വയസ്സാണ്. അബ്രഹാമിനോട് വാഗ്ദത്തം പറയുമ്പോൾ തന്നെ അബ്രഹാമിന് വളരെ പ്രായമായി. അബ്രഹാമിനോട് വാഗ്ദത്തം പറയുമ്പോൾ സാറയ്ക്ക് നല്ല പ്രായമുണ്ട്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം ആ വീട്ടിൽ നടക്കാൻ സാധ്യത വളരെ കുറവെന്നല്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ തന്നെ ആ വീട്ടിൽ പല 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 ജോലിക്കാരുണ്ട്. ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അബ്രഹാമിനോട് വാഗ്ദത്തം പറയുമ്പോൾ അബ്രഹാമിന് വാഗ്ദത്തം നേടാൻ പല വഴികളുണ്ട്. ഈ ജോലിക്കാരെന്ന് പറയുന്ന ആൾക്കാരെ അന്ന് ഈ ഭർത്താക്കന്മാര് ആശ്രയിക്കുകയൊക്കെ ചെയ്യും. ഭാര്യമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ ആശ്രയിക്കും. അതിൽ വളരെയധികം കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതേ ഒരു സിറ്റുവേഷനാണ് ആ വീട്ടിലും നടക്കുന്നത്. അബ്രഹാമിന് ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇന്ന് നമുക്ക് ഓർക്കുമ്പോൾ എന്തൊരു മാന്യതയില്ലാത്തൊരു പ്രവൃത്തിയാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ
ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ മിക്ക വീടുകളിലും അല്ലെ ആ രാജ്യത്ത് ആ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് നടന്ന ഒരു കാര്യമാണ് യജമാനന്മാർ വീട്ടിലുള്ള ജോലിക്കാരിലൂടെ മക്കളെ ഉണ്ടാക്കുക, അല്ലെ മക്കൾ അവർക്ക് ജനിക്കുക എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും അവിടെ ഒരു കുട്ടി ഉണ്ടായി. പക്ഷെ എന്നാൽ പോലും സാറയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നില്ല, സാറയുടെ സാഹചര്യത്തിന് വ്യത്യാസം വരുന്നില്ല, സാറയുടെ ഉള്ളിലെ കുത്തലുകൾക്ക് വ്യത്യാസം വരുന്നില്ല, സാറയുടെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് വ്യത്യാസം വരുന്നില്ല, സാറ കേട്ടിട്ടുള്ള നിന്ദയ്ക്ക് വ്യത്യാസം വരുന്നില്ല, സാറ അനുഭവിക്കുന്ന ശൂന്യതകൾക്ക് വ്യത്യാസം വരുന്നില്ല. സാറ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്ക് സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടി. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ആഗാറിൽ ഇസ്മായിൽ ഉണ്ടായതെങ്കിൽ പോലും, ഇസ്മായിലിന്റെ അമ്മ ഇപ്പോൾ എന്നോട് വളരെ റഫായിട്ട് ഇടപെടുന്നു എങ്കിൽ പോലും സംതിങ് ഇസ് റോങ്, എവിടേക്കോ എന്തൊക്കെയോ. ഈ ഇസ്മായിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറ ചിന്തിക്കുന്ന ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ, ഞാൻ ദൈവപ്രവർത്തി എന്ന് പറഞ്ഞ് എന്തെല്ലാം കാണിച്ചിട്ടും എൻ്റെ വീടിന്റെ അവസ്ഥയ്ക്ക്, എന്തോരം ദൂത് കേട്ടവരാണ് നമ്മൾ, എന്തോരം ദൂതിന് വേണ്ടി ഓടി, എന്തെല്ലാം ദൂത് നടക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ടവരാണ്. സാറ ചിരിക്കുന്നത്, ദൈവമേ നീ എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഇത്രയൊക്കെ കേട്ടിട്ടും എൻ്റെ മനസ്സിന്റെ ചിന്തകൾക്ക് മാറ്റം വരുന്നില്ല, എൻ്റെ ക്വാളിറ്റി ഓഫ് തോട്ട്സിന് മാറ്റം വരുന്നില്ല. ഞാൻ ഇപ്പോഴും എല്ലാവരെ പോലെയുമാണ് എൻ്റെ വാഗ്ദത്തങ്ങൾ. ദൈവം കുട്ടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടി ഉണ്ടാകുന്ന വഴി നോക്കി. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു താഴേക്കിടയിലുള്ള ഒരു ചിന്താഗതി ആയി പോയല്ലോ എൻ്റേത്. അങ്ങനെയുള്ള അവസ്ഥയായിരിക്കാം എന്നെ കേൾക്കുന്ന സഹോദരിമാരെ നിങ്ങൾക്കുള്ളത്. നമ്മളൊരു വാഗ്ദത്തം കേൾക്കുമ്പോൾ അപ്പുറത്തെ വീട്ടില് ദൈവം ഇങ്ങനൊരു വാഗ്ദത്തം ചെയ്തു, അതാണ് ദൈവപ്രവൃത്തി. അപ്പോൾ എന്നോട് അങ്ങനെ ഒരു വാഗ്ദത്തം കൊണ്ടുവരെങ്കിൽ അതുപോലെ സംഭവിച്ചാലേ അത് ദൈവപ്രവൃത്തിയാകത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റൊരു വീട്ടിൽ നടന്ന ഒരു, ചിലപ്പോൾ എന്നെ കേൾക്കുന്നവർ വിധവമാരായിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഭർത്താവില്ല, അപ്പൊ ഞാൻ എന്തോ ഒരു ശപിക്കപ്പെട്ടവൾ ഒരു വ്യക്തിയാണ്, ഒരു നന്മയില്ലാത്ത വ്യക്തിയാണ്, ഒരു സന്തോഷമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ കുടുംബം എന്ന വ്യവസ്ഥയെക്കുറിച്ച് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം ചിന്തിക്കുന്നത് നമ്മൾ ആ ഭവനത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഇത് ചിലപ്പോൾ നമുക്ക് ഭർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ആ വ്യവസ്ഥയിൽ ഹൗ ആർ വി പ്രൈസിങ് ഗോഡ് ഫോർ ദാറ്റ് ബ്ലെസ്സിങ്. എനിക്ക് ആ പദവി തന്നതിന്, ആ നന്മ തന്നതിന് ഞാൻ എങ്ങനെയാണ് എന്നെ ദൈവസന്നിധിയിൽ ഉയർത്തി കാണിക്കുന്നത്, അല്ലെ ഞാൻ എങ്ങനെ ക്രിസ്തുവിന്റെ ചിന്താഗതിയോടെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നും ചിന്തിക്കുന്ന ഞാൻ യോഗ്യതയില്ലാത്തവളും ഞാൻ കൊള്ളരുതാത്തവളും എനിക്കിതൊന്നും അർഹതപ്പെട്ടവളും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തെയാണ് കുറച്ച് കാണുന്നത്. പല വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, ഞാൻ പുഴുവാണ്, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമില്ല. എടാ, പുഴുവിൽ നിന്നും പൊടിയിൽ നിന്നുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇതിനെ ഇത്ര പത്തര മാറ്റുള്ള ഒന്നാക്കാൻ ദൈവത്തിന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ കുറിച്ച് അത്ര താഴ്ന്നൊരു ചിന്താഗതി വരാൻ പാടില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ ഏറ്റവും നല്ല സൃഷ്ടിയാണ്. ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ഒരിക്കൽ പോലും ലജ്ജിച്ചില്ല. ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇവളെ ഞാൻ സൃഷ്ടിക്കേണ്ടായിരുന്നു എന്ന്. ദൈവം ചിന്തിച്ചത്, ഞാൻ ഏറ്റവും നല്ലതാണ് സൃഷ്ടിച്ചത്, ഞാൻ ആ കുടുംബത്തിന് ഏറ്റവും നല്ലതാണ് കൊടുത്തത്, ഞാൻ ഏറ്റവും വിലമതിക്കുന്ന രക്തങ്ങളെക്കാട്ടിലും പൊന്നിനെക്കാട്ടിലും വിലമതിക്കുന്ന. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ വന്നിട്ട് നമ്മളോട് പറയണം, അമ്മ ഭയങ്കര അടിപൊളിയാണ് അമ്മ, അമ്മയല്ലാതെ വേറെ ഒരു അമ്മ ഞങ്ങൾക്കില്ല അമ്മ, അല്ലെ ഭർത്താക്കന്മാരെ നമ്മളെ ചേർത്ത് നിർത്തി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, നീ എത്ര സുന്ദരിയാണ്, നീ എത്ര തങ്കക്കുടമാണ് എന്നൊക്കെ പറയണോന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ലതാണെന്നും ഞാൻ കൊള്ളാവുന്നതാണെന്നും ഞാനാണ് ഈ ഭവനത്തിന് അനുഗ്രഹമെന്നും. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നമ്മൾ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വളരെ പൈശാചികമായ ഒരു ചിന്ത എന്ന് വേണേ പറയാം. ഞാൻ ഈ വീട്ടിൽ ഒന്നുമല്ല, ഞാൻ ഈ വീട്ടിന് കൊള്ളില്ല, ഞാൻ ഈ വീട്ടിൽ ആരുമല്ല
ഞാൻ എല്ലാവരുടെയും കാലിന് കീഴിൽ കിടക്കേണ്ടവളാണ്. ഞാൻ എല്ലാവരെയും ആശ്രയിച്ച് എല്ലാവരോടും യാചിച്ച് കെഞ്ചി ജീവിക്കേണ്ടവളാണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റേണ്ട ഒരു വർഷമാണ് ഈ 2026. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ലജ്ജിച്ചോ? ഇല്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം വിചാരിച്ചോ ഇവളെ യോഗ്യതയില്ലാത്തവളായി മറ്റുള്ളവരുടെ കാൽ കീഴിൽ സൃഷ്ടിച്ചാക്കണമെന്ന്? ദൈവം ചിന്തിച്ചിട്ടില്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞിട്ടില്ല ഇവളുടെ ഭർത്താവും ഇവിടെ മക്കളും ഇവളുടെ മേൽ വാൺ ഇവളെ ഒന്നുമില്ലാതാക്കട്ടെ എന്ന് ദൈവം ചിന്തിച്ചിട്ടില്ല. ദൈവം അങ്ങനെയല്ല നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ സമൂഹം ഇവളുടെ നേരെ കൈ ചൂണ്ടിട്ട് വിരൽ ചൂണ്ടിട്ട് എന്ന് പറഞ്ഞല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇവിടെ ശരീരത്തിൽ എല്ലാ കാലത്തും അസുഖം വന്ന് ഇവൾ കിടന്നു പോകട്ടെ എന്നല്ല ദൈവം ചിന്തിച്ചത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ച് ഇവളുടെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഇവള് ഓരോ ദിവസം വേദനയോടുകൂടി ജീവിക്കണമെന്നല്ല ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മളോട് ഇത്രയും നാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിന്താഗതികളെയാണ് നമ്മൾ ശാസിക്കേണ്ടത്. ആ ചിന്താഗതികളെയാണ് മാറ്റേണ്ട കൃപ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത്. എന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ലജ്ജിച്ചില്ലെങ്കിൽ ഞാൻ ഒരു അനുഗ്രഹപാത്രമാണ്. എന്നെ കുറിച്ച് മറ്റുള്ളവർ ഒരു അനുഗ്രഹപാത്രമാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്നെ കുറിച്ച് പറയുന്ന വാക്കുകൾ എനിക്ക് അനുഗ്രഹമുള്ളതായിരിക്കണം. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അത്ര പവറുണ്ട്. നമ്മൾ പലപ്പോഴും അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ പലപ്പോഴും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നത് ഞാനൊരു ദൈവവൈതലാണെങ്കിൽ എനിക്ക് ദൈവികമായ അധികാരമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എന്നോട് പറയുന്ന വാക്കുകൾക്ക് എന്നെ മാറ്റുവാനുള്ള അധികാരമുണ്ട്. നമ്മൾ പലപ്പോഴും പ്രവചനങ്ങളും ദൂതുകളും ഒക്കെ കേട്ടിട്ട് അതിലൊന്നും ചെയ്യാതെ ഞാൻ പിന്നെയും കൊള്ളില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കത്തില്ല. പക്ഷേ ഞാൻ ഈ വാഗ്ദത്തങ്ങൾ നേടുവാൻ യോഗ്യതയുള്ളവളാണ്. ഞാൻ പല സമയങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഏറ്റവും വലിയ വഴക്കിനുള്ള കാരണം ആര് വലുത് ആര് ചെറുത് എന്നുള്ളതാണ്. ആരാണ് ഈ ഭവനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആര് ചെയ്യുന്ന ജോലിക്കാണ് ഏറ്റവും മഹിമയുണ്ട് എന്ന് ചിന്തിക്കും. ഈ ഒരു ഗ്രേഡ് ഉണ്ടല്ലോ, ഈ ഒരു ഹൈറാർക്കി, ഇത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതാണ്. പല കുടുംബ ബന്ധങ്ങളും തകരുവാനുള്ള മെയിൻ കാരണം നമ്മൾ ആരാണ് വലുത് ചെറുത്. യേശുക്രിസ്തുവിന്റെ അടുത്തും ശിഷ്യന്മാർ ചോദിച്ച ഒരു കാര്യമാണ്, ഞങ്ങളിൽ ആരാണ്? അപ്പം ഇതിൽ ഏറ്റവും വലുത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആര് വലുത് ചെറുത് എന്നൊന്നും ചിന്തിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും കൈകാര്യം ചെയ്യണം. അതിനകത്ത് ഒരിക്കൽ പോലും യേശുക്രിസ്തു ചിന്തിച്ചില്ല ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്. ഞാൻ എന്തായാലും മരിക്കാൻ വന്നവനല്ലേ, ഞാൻ എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് നിൽക്കാമെന്നല്ല പറഞ്ഞത്. ഞാൻ ആരെ ആശ്രയിക്കുന്നുവെന്നും ഞാൻ ആരുടെ സന്നിധിയിൽ നിന്ന് വന്നവനാണെന്നും ഞാൻ ആരുടെ പുത്രനാണെന്ന് ഞാൻ അറിയുന്നു. അതാണ് യേശുക്രിസ്തുവിന് അറിയാവുന്നത്. യേശുക്രിസ്തു മരിക്കുന്നത് വരെ ഈ ലോകത്തിൽ ആരും യേശുക്രിസ്തുവിനെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ യേശുക്രിസ്തുവിന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം എന്ന് പറയുന്ന എൻ്റെ അപ്പനാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെറും വിശ്വാസികളല്ല, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പെൺമക്കളാണ്. പെൺമക്കൾ എന്ന് പറയുന്നത് അവകാശികളാണ്. ആ അവകാശം നമുക്ക് നമ്മുടെ ഭവനങ്ങളിലുമുണ്ട്, അത് നമ്മുടെ സമൂഹത്തിലുമുണ്ട്. നമ്മൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവം നമ്മളെ അവകാശികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ അവകാശങ്ങളെ ആസ്വദിക്കുവാനും ആ അവകാശങ്ങളെ അവകാശം പറയുവാനും ധൈര്യമുള്ളവരായി തീരണം. നമ്മുടെ ഭവനങ്ങളിൽ എന്നെ കേൾക്കുന്ന ആരുടെങ്കിലും വീട്ടിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് മെയിൻ കാരണം ഈ ഹൈറാർക്കി ആണെങ്കിൽ അത് ദൈവിക വ്യവസ്ഥയിൽ വരുന്നതല്ല. നമ്മൾ രണ്ടുപേരെയും ദൈവം ഒരുമിച്ചാക്കിയിരിക്കുന്നത്, ഭാര്യയും ഭർത്താവിനെയും ദൈവം ഒരുമിച്ചാക്കിയിരിക്കുന്നത് ദൈവിക ഉദ്ദേശങ്ങൾ ഒരുമിച്ച് നേടാനാണ്, കുടുംബജീവിതം ഒരുമിച്ച് നയിക്കാനാണ്. ഭർത്താവ് എന്ന് പറയുന്ന സ്ഥാനത്തെ റെസ്പെക്ട് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് എങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ആളോട് കാണിക്കുന്ന സ്നേഹമാണ് ഇമ്പോർട്ടന്റ്. മക്കളോട് അപ്പനും അമ്മയ്ക്കുമുള്ള ഉത്തരവാദിത്തമാണ് ഇമ്പോർട്ടന്റ് എങ്കിൽ മക്കളൊക്കെ അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹമാണ് ഇമ്പോർട്ടന്റ്. സ്നേഹത്തെക്കാട്ടിലും കവിഞ്ഞൊഴുകുന്ന ഒന്നുമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ ഭവനത്തിൽ നമ്മൾക്ക് കിട്ടേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്, കാണപ്പെടുക എന്നുള്ളതാണ്, കേൾക്കപ്പെടുക എന്നുള്ളതാണ്, റെസ്പെക്ട്ഫുള്ളി വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ അട്ടിമറിക്കുന്നതൊന്നും ദൈവസന്നിധിയിൽ നിന്ന് വരുന്നതല്ല, അതിനെ അട്ടിമറിക്കുന്ന ഒന്നും ദൈവിക വ്യവസ്ഥയിൽ വരുന്നതല്ല. അപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും ആരാണ് തലയെന്നും വാലെന്നും അന്വേഷിക്കാതെ ഞങ്ങൾ
ഒരു പാത്രമാണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് എന്നും ഞങ്ങൾ ഈ ജീവിതം നയിക്കേണ്ടത് ഒരുമിച്ചാണ് എന്നും ഞാൻ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണമെന്നുമുള്ള തിരിച്ചറിവ് വേണം. പല സമയങ്ങളും സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ എല്ലാവരുടെ അപമാനങ്ങളും എല്ലാവരുടെ ദുഷിച്ച വർത്തമാനങ്ങളും കേട്ടിരുന്ന് അതിനെ അങ്ങ് ഏറ്റെടുക്കും. ആ പറയുന്ന എല്ലാ വാക്കുകളും അങ്ങ് ഏറ്റെടുക്കും. ഇതേ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നാളെ അവരൊരു പ്രതിസന്ധി നേരിടുമ്പോൾ അവര് തകർന്നു പോകും. കാരണം അവര് കാണുന്ന അമ്മയെന്ന് പറയുന്നത് എല്ലാവരുടെ ആക്ഷേപം കേൾക്കുന്ന അമ്മയാണ്. റെസ്പെക്ട് എന്ന് പറയുന്നത് വഴക്കുണ്ടാക്കി മേടിക്കേണ്ടതല്ല. വാല്യൂ എന്ന് പറയുന്നത് വഴക്കുണ്ടാക്കി മേടിക്കേണ്ടതല്ല. നമ്മളോട് ഒരാൾ അപമര്യാദയായി പെരുമാറുമ്പോൾ, നമ്മളെ വളരെ തെറ്റിദ്ധാരണയോടുകൂടി സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാൻ സാധിക്കണം, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, പക്ഷെ അത് നിങ്ങളുടെ ശരിയായി നിങ്ങൾക്ക് തോന്നിയാലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. അത് ഞാൻ കേൾക്കുവാൻ ബാധ്യസ്ഥയല്ല. കാരണം ഒരു ദൈവവൈതൽ എന്ന് പറയുന്നത് അപമാനിക്കപ്പെടേണ്ടവരല്ല. നിങ്ങളിത് കേൾക്കുന്ന പുത്തൻ ഒരു തിയോളജി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മളൊരു പെർസിക്യൂഷൻ, നമ്മൾ ബൈബിളിലും ഇപ്പോഴും ആണെങ്കിലും ദൈവനാമത്തിൽ ഒരുപാട് പെർസിക്യൂഷൻ അനുഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, അത് ദൈവവചനം പറയുന്നിടത്ത് അതുമായിട്ടൊരു ബന്ധമില്ലാത്തവർക്ക് അതൊരു എതിർപ്പായിട്ട് തോന്നി നമ്മളെ ഉപദ്രവിക്കുക, നമ്മളെ ആക്ഷേപം പറയുക എന്ന് പറയുന്നത് പോലെയല്ല കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് റെസ്പെക്ട്ഫുള്ളി ദൈവം ചേർക്കപ്പെട്ടത്, അവിടെ ദൈവം വസിക്കേണ്ടതാണ്. അപമാനമുള്ളിടത്തും പരിഹാസമുള്ളിടത്തും ഈ ഹൈറാർക്കി ഉള്ളിടത്തും ദൈവത്തിന് വസിക്കാൻ കഴിയുമോ? ഇല്ല. ദൈവം വസിക്കുന്നത് സ്നേഹമുള്ളിടത്തും ഐക്യതയുള്ളിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്നിടത്തും. ഇതിന്റെ അർത്ഥം നമ്മുടെ പ്രശ്നങ്ങൾ മാറുമെന്നല്ല. ഇതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രതിസന്ധി വരുത്തില്ല എന്നുള്ളതല്ല. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ പ്രതിസന്ധികൾക്ക് വേർതിരിക്കാൻ കഴിയത്തില്ലെന്നാണ്. നമ്മൾ പലപ്പോഴും ദൈവവചനത്തിന്റെ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം കൂട്ടി യോജിപ്പിച്ചിരുന്നതിനെ മനുഷ്യൻ വേർതിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഡൈവോഴ്സിനെ കുറിച്ചാണ് ചിന്തിക്കുക. പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവരിന്നും ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണ്, അവരിന്നും മക്കളെ വളർത്തുന്നവരാണ്, അവരിന്നും സഭയിൽ പോകുന്നവരാണ്, പക്ഷെ അവര് തമ്മിൽ മാനസികമായി അകലപ്പെട്ടിട്ട് വർഷങ്ങളായി. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച ആണ്ടുകളായി. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ട് നൂറ്റാണ്ടുകളായി എന്ന് വേണേ പറയാം. അങ്ങനെ ജീവിക്കുന്ന കുടുംബമുണ്ട്. ഹല്ലേലൂയ. അതും ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ നമ്മൾ വേർതിരിക്കുമല്ലേ? ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്നത് കൊണ്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകുന്നില്ല. ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഒരു കുടുംബമാകുന്നില്ല. ആ കുടുംബത്തിൽ നമ്മൾ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് എങ്കിൽ അതാണ് കുടുംബം. ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വേഷിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിരല് ചൂണ്ടിയും കാറി തുപ്പുന്നതൊന്നും ദൈവം പറയുന്ന കുടുംബമല്ല. ആ കുടുംബമെല്ലാം പണ്ടേ തകർന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ വേദനിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒരാൾ വേദനിക്കുമ്പോൾ നമ്മൾക്കത് ഓക്കെ ആയിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മാനസികമായി ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ പണ്ടേക്കേ വേർപിരിച്ചിട്ടാണ്. അപ്പൊ അതും ഒരു ഡിവോഴ്സ് ആണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മൾ 10 പേരുടെ മുമ്പിൽ ഒരുമിച്ച് നിന്നിട്ട് നമ്മുടെ മാനസികമായി നമ്മൾ ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ പോലും അത് ദൈവം കാണുന്നുണ്ട്. അവിടെ നമ്മൾ മൗനമായി ഇരിക്കുന്നുണ്ട്, ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ആ മൗനത നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും. ഹല്ലേലൂയ. അവര് കാണുന്നത്, അവര് കണ്ടു വളരേണ്ടത് അപ്പനെയും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന അപ്പനെയും അമ്മയുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തുണി തേച്ചു കൊടുക്കുകയും ചെയ്യുന്ന അപ്പനെയല്ല. ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അമ്മ കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന അപ്പനെയാണ്. അപ്പന് ഒരു മനപ്രയാസം, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കിനും സാരമില്ല, ഞാൻ കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് നേരിടാവുന്നില്ലേ, അമ്മയെ കൊഞ്ചിക്കുന്ന അപ്പനെയാണ്. അപ്പനെ ചേർത്ത് പിടിക്കുന്ന അമ്മയെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങളാണ് നാളെ കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോൾ അവരുടെ തുണയെ അവർ നല്ല രീതിയിൽ സ്നേഹിക്കുന്നത്, ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അല്ല എങ്കിൽ അങ്ങനെയുള്ള കുടുംബജീവിതത്തിലെങ്കിലും തകർക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഹല്ലേലൂയ. അപ്പൊ സാറ ചിരിച്ചത് തന്റെ ഫാമിലി ലൈഫിനെ ഓർത്താണ്. രണ്ടാമത്തെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് സാറ ചിരിച്ചത് തന്റെ ശരീരത്തെ ഓർത്താണ്. ഹല്ലേലൂയ. സാറയുടെ അവസ്ഥ എന്ന് പറയുന്നത്, സാറയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? സാറയോട് പറയാണ് അടുത്ത വർഷം സാറയോട് ഈ പറയുന്ന സമയത്ത് സാറയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട എല്ലാ ചേഞ്ചസും എല്ലാ ആവേശങ്ങളും എല്ലാ ഉന്മേഷങ്ങളും എല്ലാം തീർന്ന ഒരു പ്രായമാണ് സാറയോട് ഈ വാഗ്ദത്തം കേൾക്കുന്നത്.
സാറ നോക്കുമ്പോൾ അബ്രഹാമിനെ നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിന് ചുളിയാൻ ഇനിയും ശരീരത്തില് ഒന്നുമില്ല, എല്ലാം ചുളിഞ്ഞു. സാറയെ നോക്കിയാലും സാറയുടെ ശരീരമാണെങ്കിലും മൊത്തത്തിൽ ക്ഷയിച്ചു. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 35 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾ ആടുന്ന ശബ്ദം വരെ കേൾക്കാം. കാരണം പ്രായമാവുമല്ലേ. 35 ഒരു പ്രായമല്ല, ഇന്നത്തെ കാലത്ത് 55 പോലും ഒരു പ്രായമല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഈ ശരീരത്തിന്റെ അവസ്ഥ കണ്ടിട്ട് സാറ ചിരിക്കുകയാണ്. ഈ ശരീരത്തിലാണോ ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത്? ഈ ശരീരത്തിലാണോ ഇനി ഭർത്താവിന്റെ സുഖം അനുഭവിക്കാൻ പോകുന്നത്? ഈ ശരീരത്തിലാണോ ഇനി ഒരു സന്തോഷം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഞാൻ മെക്കാനിക്കലായിട്ടെല്ലാം ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഉച്ചക്കത്തേക്കിനുള്ള ലഞ്ച് ഉണ്ടാക്കുന്നു, വൈകുന്നേരത്തെ ഡിന്നറിനെ കുറിച്ച് ചിന്തിക്കുന്നു, തുണി നനയ്ക്കുന്നു, വീട് അടുക്കി പറക്കുന്നു, തൂത്തുവാരുന്നു, പോകേണ്ടടുത്ത് ഒരു മെഷീൻ ഒരുങ്ങി എങ്ങനെ പോകുന്നു അതുപോലെ പോകുന്നു, കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇതേ ഇനി എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. എൻ്റെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ ബാല്യം എനിക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റിയില്ല, എന്നെ ശ്രദ്ധിക്കാൻ എൻ്റെ നല്ല പ്രായത്തിലൊന്നും ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി എനിക്കൊരു നല്ല കാലം ഇല്ല. പല അമ്മച്ചിമാരും പറയുന്ന കേട്ടിട്ടില്ലേ, ഓ ഇനിയൊക്കെ ഇങ്ങനൊക്കെയൊക്കെ അങ്ങ് പോവാ. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം അവർക്ക് നടുവേദനയായിട്ട് ആശുപത്രി പോകേണ്ടി വരും. അപ്പൊ നമ്മുടെ ശരീരം കണ്ടിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യുന്നതാണ്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കി പറയുന്നതെല്ലാം നമുക്ക് അസുഖമായിട്ട് വരും. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നമ്മൾ പലപ്പോഴും നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടപ്പോഴും അനുഭവിച്ചപ്പോഴും ഞാൻ ആരോടും പറയാതെ എൻ്റെ ഉള്ളിൽ ഒതുക്കി ജീവിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? എന്തോ സൈഡിൽ കൂടെ ഒരു കാറ്റടിച്ചാൽ മതി നമുക്ക് പനിയാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അസുഖമല്ല, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. അത് ശരീരത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നല്ലവണ്ണം ഈ ചെറുപ്രായത്തിലൊന്നും നമ്മൾ നമ്മളെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. സമയത്ത് ആഹാരം കഴിക്കുവാട്ടെ, സമയത്ത് കാര്യങ്ങൾ സമയത്ത് ഉറങ്ങുവാട്ടെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ വരുമ്പോൾ നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനം കാണും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും, അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ കാണും. അന്നേരവും നമ്മൾ പറയുന്നത് എന്താണോ, ഇത്രയേ ഉള്ളൂ, ഇനി ഈ ശരീരം മണ്ണോടുകൂടി ചേരാനുള്ളതാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അവനവന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം പറയുന്നത് ആരുടെ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്? നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ആ മന്ദിരത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പല സ്ത്രീകളിലും മെനോപോസ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുമല്ലോ. ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ആർത്തവം, അല്ലെ 45 വയസ്സ് കഴിയുമ്പോൾ റെഗുലർ ആയിട്ടുള്ള ആർത്തവം ഒക്കെ മാറുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസം വരും. നടുവേദന, പുറം വേദന, ശരീരത്തിന് വല്ലാത്തതായിട്ടുള്ള ചൂട്, ക്ഷീണം, തളർച്ച, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, ആഹാരം ദഹിക്കാത്തതിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടുന്ന സഹോദരിമാരുണ്ട്. പക്ഷെ ഒരു 40 വയസ്സിന് 35 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കാണും. പല സമയത്തും നമ്മൾ ഒരു കാരണമില്ലാതെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ഭയങ്കര ദേഷ്യം വരും, നമുക്ക് ഭയങ്കര സങ്കടം വരും, ഭയങ്കര മുഷിപ്പ് തോന്നും. പല സമയങ്ങളും നമ്മൾ കേട്ടിട്ടില്ലേ, അവൾക്ക് ഇപ്പൊ പ്രായമാകും തോറും അവളുടെ മൂശാട്ട സ്വഭാവമാണ്. പക്ഷെ നമ്മുടെ മൂശാട്ട എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകളാണ് എന്ന് പറഞ്ഞ് ദൈവം ഒരിക്കലും പറയുന്നില്ല നമ്മൾ അസ്വസ്ഥതപ്പെട്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ ഈ ശരീരം ക്ഷയിപ്പിച്ച് കളയണം. ഈ ശരീരത്തെ നല്ലവണ്ണം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല നിന്റെ അപ്പനും അമ്മയുമാണ് നിന്റെ ശരീരം നോക്കേണ്ടത്, അല്ലെ നാളെ നിന്റെ ഭർത്താവാണ് നിന്റെ ശരീരം നോക്കേണ്ടത്, നാളെ നിന്റെ മക്കളാണ് നിന്റെ അങ്ങനെയല്ല. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, നമുക്ക് ജീവൻ തന്നിട്ടുള്ള, നമുക്ക് ശ്വാസം തന്നിട്ടുള്ള, നമുക്ക് ആത്മാവിനെ തന്നിട്ടുള്ള നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ട ജോലി, അതിനെ കാത്തു പരിപാലിക്കേണ്ട ജോലി, അതിനെ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കൊണ്ടു നടക്കേണ്ട ജോലി, ഉത്തരവാദിത്വവും നമുക്കാണ്. നമ്മൾ പല കാര്യത്തിലും അലഞ്ഞു തിരിഞ്ഞ് നമ്മളെ തന്നെ മറക്കുമ്പോൾ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ പറയും എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ഇത്രയും താങ്ങാൻ പറ്റില്ല. പല സമയങ്ങളിൽ നമ്മൾ പനിയൊക്കെ വന്ന് ഇനി എണ്ണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ പോകുന്നത്. നെഞ്ചുവേദനയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പുറം വേദനയായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യത്തേ ഇല്ല. പക്ഷേ നെഞ്ചുവേദനയായി ഇനി എണ്ണീറ്റ് നടക്കാൻ പറ്റാത്തപ്പോഴാണ്, മുട്ടിനും കാലിനും ഒക്കെ വേദന കൂടി എണ്ണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിന് വേണ്ടുന്ന മരുന്ന് കഴിക്കുമോ, ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണ്.
അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവഹിതമാണോ? അങ്ങനെ ചെയ്യുന്ന ദൈവിക യോഗ്യതയുടെ ഭാഗമാണോ? അല്ല. ദൈവം പറയുന്നത് ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും ആ ശരീരം സന്തോഷത്തോടെ കാത്തു സൂക്ഷിച്ചിട്ട്. പ്യൂരിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും പാപവുമായിട്ട് കണക്റ്റഡ് ആണ്. സ്വന്തം ശരീരത്തെ അവഗണിക്കുന്നതും പാപത്തിന്റെ ഭാഗമാണ്. സ്വന്തം ശരീരത്തെ നോക്കാതെ വരുന്നതും ദൈവത്തെ തള്ളി പറയുന്നതിന് തുല്യമാണ്. ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരത്തെ കാത്തു സൂക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നതും ഒരു പാപത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത്, ദൈവം നമ്മുടെ ശരീരം കണ്ടല്ല അനുഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരം നോക്കണ്ട എന്നുള്ളതല്ല. നമ്മൾ ഏത് പ്രായം വരെ ജീവിച്ചിരിക്കണമെന്ന് ദൈവം ഉറപ്പിച്ചിട്ടുണ്ടോ ആ പ്രായം വരെയും വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ആ പ്രായം വരെയും ആസ്വദിക്കേണ്ട എല്ലാ നന്മകളും നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രായം വരെയും നമ്മൾ കടന്നു പോകേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ അനുഗ്രഹത്തോടു കൂടെ തന്നെ പോകണം. ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വയസ്സാകാലത്ത് സന്തോഷിക്കാമെന്ന് പറയരുത്. വാക്തത്വം എല്ലാം മറ്റുള്ളവർ അനുഭവിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണ് എന്റെ നന്മയെന്ന് പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാ കാലത്തും ദൈവം വെച്ചിട്ടുള്ള നന്മകൾ, കുട്ടികൾ ഉണ്ടാകേണ്ട പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാകട്ടെ, അവര് വളരേണ്ട പ്രായത്തിൽ വളരട്ടെ, അവര് അവരുടെ കാര്യവുമായിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്തണം, ഉന്മേഷങ്ങൾ കണ്ടെത്തണം, സൗഖ്യങ്ങൾ കണ്ടെത്തണം. പല പല അമ്മമാരും കുട്ടികൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷനും നിരാശയും നേരിടുന്ന പ്രായം എന്ന് പറയുന്നത് അതാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങളിലേക്കും നിങ്ങളുടെ ചാർച്ചക്കാരിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളിലേക്കും സന്തോഷം കണ്ടെത്തുന്ന പ്രായമാണത്. വാർദ്ധക്യത്തിൽ പലപ്പോഴും മാതാപിതാക്കന്മാര് യൗവനത്തിലുള്ള പിള്ളേരെ പിടിച്ചു നിർത്താൻ നോക്കും. അപ്പം വേദന കൂടത്തേ ഉള്ളൂ. പക്ഷെ വാർദ്ധക്യത്തിൽ നമ്മുടെ സെയിം പ്രായത്തിലുള്ളവരുമായിട്ട് നല്ല സൗഹൃദങ്ങൾ വെക്കുവാനും അവരെ കാണുവാനും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകുവാനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുവാനും ഒക്കെ നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നും. ഇത് വീട്ടിൽ തന്നെ അടച്ചു മൂടി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിയായി മാറാതെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ലോകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടും ഉന്മേഷത്തോടും ആവേശത്തോടും കൂടെ ജീവിക്കാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ ക്യാമറ ഒന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഇവിടെ ഉണ്ടോ അതോ പോയോ. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആഹാ, വന്നല്ലോ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷീ ലാഫ്ഡ് അറ്റ് ഹർ പ്രോമിസ്. തന്റെ വാഗ്ദത്തങ്ങളെ കേട്ടിട്ടാണ് സാറ ചിരിച്ചത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിൽ ദൈവം നിന്നെ വംശങ്ങൾക്ക് പിതാവാക്കി തീർക്കുമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ പുറപ്പെടുവിച്ചപ്പോൾ അവിടെ സാറയെ കുറിച്ച് പറയുന്നില്ല. അബ്രഹാമിന് സാറയിൽ ഉണ്ടായ കുട്ടിയെ അല്ലാതെ തന്നെ വേറെ കുട്ടികളുമുണ്ട്. അപ്പോൾ ഈ വാഗ്ദത്തം ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും കേൾക്കുമ്പോൾ നിനക്ക് നാളെ ഒരു തലമുറ ഉണ്ടാകുമെന്ന് 99-ാമത്തെ വയസ്സിൽ പറഞ്ഞു കേൾക്കുമ്പോൾ സാറയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാറയ്ക്ക് ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസക്കുറവല്ല ഉള്ളത്. സാറയ്ക്ക് ഒരിക്കലും അബ്രഹാമിൽ ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല എന്നുള്ളതല്ല വിശ്വാസക്കുറവ്. ഞാൻ ആ വാഗ്ദത്തത്തിന്റെ ഭാഗമാകില്ല എന്നുള്ളതാണ് സാറയുടെ ചിന്ത. എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല എന്നുള്ളതാണ്. എന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല എന്നുള്ളതാണ് സാറ വിചാരിച്ചത്. എന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി ഇനി സംഭവിക്കാൻ സാധ്യതയില്ല. വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടാകും. ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്യും. പക്ഷെ ഞാൻ അതിന് ഭാഗമാകത്തില്ല. ഞാൻ അത് കാണാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ അത് അനുഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതാണ് സാറയുടെ വാഗ്ദത്തങ്ങളെ നോക്കി ചിരിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും അങ്ങനെയല്ലേ, ഒരു വാഗ്ദത്തം കേൾക്കുമ്പോൾ അത് മക്കൾക്കുള്ള വാഗ്ദത്തം, ഭർത്താവിനുള്ള വാഗ്ദത്തം, സഭയ്ക്കുള്ള വാഗ്ദത്തം, കുടുംബക്കാർക്കുള്ള വാഗ്ദത്തം, രാജ്യത്തിനുള്ള വാഗ്ദത്തം, വേറെ രാജ്യത്തിനുള്ള വാഗ്ദത്തം. പക്ഷെ ഇതൊന്നും എന്നെ കൊണ്ട് സംഭവിക്കും, എന്നിലൂടെ സംഭവിക്കും, എന്നെ ദൈവം അതിന് ഉപയോഗിക്കും, ഞാനാണ് ആ വാഗ്ദത്തം വഹിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കുട്ടികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഓ ഈ വാഗ്ദത്തം എന്നിലൂടാണ് പ്രവൃത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും എന്നിലൂടെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷെ അതൊരു വളരെ തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിൽ ദൈവം ഒരു വാഗ്ദത്തം പറയുകയാണെങ്കിൽ ദൈവം നമ്മളെ കണ്ടിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഉള്ളതുകൊണ്ടാണ് ആ വാഗ്ദത്തം ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഭാര്യ എന്തേ,
അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല, പക്ഷെ ചോദിക്കുന്നുണ്ട്. കാരണം സാറെ അറിയണം, ഈ വീട്ടിൽ ഒരു അനുഗ്രഹം വരണമെങ്കിൽ, ഈ വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സാറെ ആദ്യമേ നീയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. സാറെ നീയാണ് ആ വാഗ്ദത്തം നേടേണ്ടത്. നീ ചിരിച്ചു തള്ളി എന്ന് പറഞ്ഞാൽ പോലും ഈ വാഗ്ദത്തം ഞാൻ ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടിയാണ്. അബ്രഹാമിനെ വംശങ്ങളുടെ പിതാവാക്കണമെങ്കിൽ സാറേ നീ വംശങ്ങളുടെ അമ്മയായി തീർന്നാലേ പറ്റൂ. അത് വേറെ ഏത് സ്ത്രീയെ കൊണ്ടുവന്നാലും, വേറെ എന്ത് പോംവഴി നീ കണ്ടുപിടിച്ചാലും അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. When you are owning your promises, when you become the part and parcel of your promises, that is the exact time when God moves mountains. നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് ചങ്ങലകൾ പൊട്ടുന്നതും, ബന്ധനങ്ങൾ അഴിയുന്നതും, വാതിലുകൾ തുറക്കുന്നതും, മലകൾ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നതും നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. പ്രവാചകന്മാരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അവരെ ആ സാഹചര്യത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളില്ല, കാരണം അവിടെ ഇഷ്ടംപോലെ പ്രവാചകന്മാരുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ നമ്മുടെ വാഗ്ദത്തങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞിറങ്ങി തിരിക്കുമ്പോൾ മാത്രമാണ് അത് സഫല്യമായി തീരുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീടുകൾ നോക്കൂ, എല്ലാവരും വാഗ്ദത്തം കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും എന്ന് പിടിവാശിപ്പെടുന്ന ആരാണ്? ഹല്ലേലൂയ. കേട്ടവര് അത് സംഭവിക്കുന്നത് വരെ അതിന് സഹോദരിമാരാണ്. അത്രമാത്രം ഒരു കാര്യത്തെ താല്പര്യമുള്ളവരും വാഞ്ചയുള്ളവരും കേൾക്കുന്നവരുമാണ് സഹോദരിമാർ. അപ്പോൾ ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ഇന്നതെന്ന് അറിഞ്ഞ് അതിലേക്ക് കാൽ ചുവടുകൾ എടുത്തു വെക്കുന്ന 2026 തീരണം. ദൈവം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ളതാണ് എന്ന് നമ്മൾ അത് ക്ലെയിം ചെയ്യണം. അത് എന്റേതാണ് എന്ന് നമ്മൾ അവകാശം പറയണം. ഹല്ലേലൂയ. അത് ധൈര്യത്തോടായിരിക്കണം, ഉറപ്പോടുകൂടിയായിരിക്കണം അവകാശങ്ങൾ പറയുന്നത്. അത് നമുക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ഞാൻ എപ്പോഴാണോ ആ വാഗ്ദത്തത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന അന്നേരം തൊട്ട് ആ വാഗ്ദത്തം ആക്ടിവേറ്റഡ് ആണ്. ഞാൻ എപ്പോഴാണോ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാലെടുത്തു വെക്കുന്ന അന്നേരം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾ ആ ഫസ്റ്റ് ചുവട് എടുത്തു വെക്കാത്തതുകൊണ്ടാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞു എന്നല്ല പറയണ്ടേ, എന്തുകൊണ്ട് ദൈവമേ ഞാൻ കാലെടുത്ത് വെക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. കാരണം ദൈവം നമ്മുടെ മുമ്പിൽ വാതിലുകൾ വിശാലമായി തുറന്നിരിക്കുകയാണ്. നമ്മുടെ നന്മകളെ അടച്ചു വെക്കുവാൻ ദൈവം ഒരു ദുഷ്ടനെയും അനുവദിക്കത്തില്ല, ഒരു ചിന്തകളെയും അനുവദിക്കത്തില്ല, ഒരു സമൂഹത്തെയും അനുവദിക്കത്തില്ല. നമ്മൾ വർഷങ്ങളോളം കരഞ്ഞിരിക്കേണ്ടവരല്ല, നമ്മുടെ നന്മകളെ അവകാശം പറഞ്ഞ് കാലെടുത്ത് വെച്ചത് പ്രാപിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാറ കണ്ട 4 ചിരികളാണ്. ഒന്ന് തന്റെ അവസ്ഥയെ നോക്കി ചിരിച്ചു, ഒന്ന് തന്റെ കുടുംബത്തെ നോക്കി ചിരിച്ചു, ഒന്ന് തന്റെ ശരീരത്തെ നോക്കി ചിരിച്ചു, 4ാമത് തന്റെ മേലുള്ള വാഗ്ദത്തത്തെ നോക്കി ചിരിച്ചു. ദൈവപ്രവൃത്തി എന്നിലൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവരായി തീരട്ടെ. ദൈവപ്രവൃത്തി എന്നിലൂടാണ് ഭവിക്കാൻ പോകുന്നത് എന്ന് ധൈര്യമുള്ളവരായി തീരട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും എനിക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് വാഗ്ദത്തമെന്നല്ല പറയും. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൈവം ചെയ്യുന്നതാണ് വാഗ്ദത്തം. പക്ഷെ അതിന് ദൈവം ആവശ്യപ്പെടുന്നത് നമ്മളെയാണ്. ആർ യു റെഡി? ഞാനും നിങ്ങളും ഒക്കെ അതിന് തയ്യാറുള്ളവരാണോ? ദൈവം പറയുന്നത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ, അതിനെ ആവേശത്തോടെ ചേർത്ത് പിടിക്കാൻ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, അത് എന്റേതാണെന്ന് പറഞ്ഞ് അതിലേക്ക് അധ്വാനിക്കുവാൻ വേണ്ടി ദൈവത്തോടൊപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ദൈവം ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് ടാറ്റ കൊടുക്കുന്നതല്ല. ദൈവം പോകുമ്പോൾ, ദൈവം കാലെടുത്ത് വെക്കുമ്പോൾ ആ കാലിനൊപ്പോൾ ഓടാനുള്ള കൈക്കരുത്തിനും കാൽക്കരുത്തിനുമാണ് ഈ യഥാർത്ഥത്തിൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹം 2026 ഉണ്ട് എന്ന് ഉറപ്പുള്ളവരായി ആ വാഗ്ദത്തങ്ങളെ നേടുവാൻ ഓടി പുറപ്പെടണം.
വീട്ടിലിരുന്ന് കരഞ്ഞും കൂവി ഒരു മൂലക്കിരിക്കാതെ എനിക്ക് ദൈവം വെച്ചിരിക്കുന്നത് ഈ 2026 എന്റെ അനുഗ്രഹത്തിന്റെ വർഷമാണ്, ഇതെന്റെ നന്മയുടെ വർഷമാണ്, ഇത് ദൈവപ്രവൃത്തിയുടെ വർഷമാണെന്ന് അറിഞ്ഞ് മുൻപിലുള്ള വാതിലുകളെ കാണാനും അത് തുറക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലാനും ഒരു മനസ്സ് വേണം. അപ്പോൾ സംശയിക്കരുത്, അപ്പോൾ ചോദ്യം ചെയ്യരുത്, അപ്പോൾ പിന്മാറിപ്പോകരുത്, അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ പൊടിയാണ്, ഞാൻ സാരമില്ല. അവർക്ക് നമ്മൾ പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് അറിയാത്തവരാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ നോക്കി പരിഹസിച്ച് ചിരിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മളെ നോക്കി ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മളെ നോക്കി ഇതൊക്കെ എന്താണ്, ഞാൻ എന്തായി ഞാൻ എങ്ങനെ ഇരുന്നതാണ്, ഞാൻ ഇപ്പോൾ എന്തായി തീർന്നു എന്ന് നോക്കി ചിരിക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്നും നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, ഇന്നും നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്, ഇന്നും നമ്മളെ വേണം, ഇതെന്റെ മോളാണ് എന്ന് ആരുടെ മുൻപിൽ ലജ്ജിക്കാതെ പറയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇത് പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല. ഇത് പക്ഷേ ഒരു പ്രവാചകൻ നമ്മളോട് വന്ന് പറഞ്ഞില്ലെന്ന് വരാം. ഇത് പക്ഷേ ഒരു സമൂഹം നമ്മളിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് കണ്ടു. പക്ഷെ ഇത് ഞാനും എൻ്റെ സ്വർഗവും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാനും എൻ്റെ ദൈവവുമുള്ള ഒരു ഉടമ്പടിയാണ് എന്ന് മനസ്സിലാക്കണം. അബ്രഹാമും സാറയ്ക്കും കുഞ്ഞുങ്ങളുണ്ടായി ഈ ലോകം ഇങ്ങനെ രക്ഷപ്പെടണമെന്നല്ലായിരുന്നു. അബ്രഹാമിനെ സാറയെ മാനിക്കണമെന്ന് ദൈവത്തിന്റെ ഉദ്ദേശമായതുകൊണ്ട് ദൈവം അവരെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ആ പദവി കൊടുത്തത്. അപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിന്റെ പെൺമക്കളാകുന്ന നമ്മളെ കുറിച്ച് ദൈവത്തിന് വൻകാര്യങ്ങൾ ഉദ്ദേശമുണ്ടെന്നും ആ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഉറപ്പുള്ള ഒരു വർഷമായി തീരട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യമാണ് നമ്മുടെ ഈ വർഷത്തെ വാക്യം. അതായത് forget the former things, പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്ക്. ആ കാര്യങ്ങളൊക്കെ സത്യമാണ്, അതൊക്കെ നമ്മുടെ റിയാലിറ്റിയാണ്, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദൈവം നമുക്ക് വേണ്ടി ഈ വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കാണണം. ഈ വർഷം നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഈ വർഷം ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന നന്മകളെ കുറിച്ച് നമുക്ക് ഓർക്കണം. ഈ വർഷം ദൈവം എനിക്കൊരു യുദ്ധവീരനെ പോലെ എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ഉറപ്പോട് കൂടി പോകണം. ഹല്ലേലൂയ. എന്റെ പ്രതിസന്ധികൾ ഭയങ്കരമായിരിക്കാം, എന്റെ പ്രതിസന്ധികളെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ലായിരിക്കും, പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെയും അതിജീവിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപ എന്റെ മേൽ എന്റെ പൊന്നു തമ്പുരാൻ പകർന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അടങ്ങി എവിടെങ്കിലും ഇരുന്നാൽ മതി, കാരണം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന, എന്റെ കൈ പിടിച്ച് അതിലേക്ക് എന്നെ ഇടുന്ന ഒരു ദൈവം വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളവരായി തീരണം ഈ 2026. അല്ല, നമ്മളെ തളർത്തിക്കളയുന്ന ഒരുപാട് വാക്കുകളുണ്ട്, നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് പിടിച്ച് നമ്മളെ ഒരു സന്തോഷം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ദൈവമേ, നീ ഈ വർഷകാലം എന്നെ മാനിക്കുന്ന വിധങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, എന്നെ കുറിച്ച് താഴ്ത്തി പറഞ്ഞിട്ടുള്ള, എന്നെ കുറിച്ച് കുറ്റപ്പെടുത്തി ഞാൻ എന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള വാക്കുകളെ കുറിച്ച് ഞാൻ ഓർക്കുന്നു കർത്താവേ. ഞാൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, ഞാൻ അങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നു. എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വേണേലും പറയട്ടെ, മറ്റുള്ളവർ എന്നെ എന്തോരം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിച്ചോട്ടെ. പക്ഷേ എൻ്റെ ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ കർത്താവിന്റെ മകളായി നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് കാണുന്നത് എൻ്റെ കുറവോ എൻ്റെ കുറ്റമോ അല്ല, എന്റെ പോരായ്മകളല്ല, മറ്റുള്ളവർ എന്റെ നേരെ വിരൽ ചൂണ്ടുന്നതല്ല. കർത്താവ് എന്നിൽ കാണുന്നത് ദൈവത്തിന്റെ സർവ്വശ്രേഷ്ഠതയാണ്. ദൈവം എന്നിൽ കാണുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവം എന്നിൽ കാണുന്നത് ദൈവത്തിന്റെ മഹിമയാണ്. ദൈവം എന്നിൽ കാണുന്നത് ദൈവം സൃഷ്ടിച്ച ഏറ്റവും നല്ലൊരു സൃഷ്ടിയാണ്. എന്നെ ഞാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നീ എന്നെ മാനിക്കുമാറാകണമേ. ഞാനൊരു വിധവയായിരിക്കാം കർത്താവേ, എനിക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കാം കർത്താവേ, ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ തകർന്നു പോയിരിക്കുന്ന സ്ത്രീ ആയിരിക്കാം കർത്താവേ, ഞാൻ എൻ്റെ സഭയിൽ ഒന്നുമില്ലാത്തൊരു
മാറ്റപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തിയായിരിക്കാം കർത്താവെ, ഞാൻ ആർക്കും അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം കർത്താവെ. പക്ഷേ നീ എൻ്റെ ഹൃദയത്തിലെ അന്തർഭാഗങ്ങളെ അറിയുന്നത് കൊണ്ട്, എൻ്റെ മനോഭാവങ്ങളെ അറിയുന്നത് കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു കർത്താവെ. അതറിഞ്ഞ് നീ എന്നോട് ഇന്ന് സംസാരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പലപ്പോഴും ഞാൻ എന്നെ പുച്ഛിച്ചിട്ടുണ്ട് കർത്താവെ, ഞാൻ പലപ്പോഴും എന്നെ തന്നെ വളരെ താഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് കർത്താവെ. പക്ഷെ ഇന്നു മുതൽ ഞാൻ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു അനുഗ്രഹപാത്രമാണ് കർത്താവെ. എൻ്റെ ശരീരം രോഗത്താൽ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും, രോഗത്താൽ ഞാൻ ഭാരപ്പെടുന്നുണ്ടെങ്കിലും, ഞാൻ ഇന്നു മുതൽ എൻ്റെ ശരീരത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ സൗഖ്യമുള്ളവളായി, ആരോഗ്യമുള്ളവളായി, നന്മയുള്ളവളായി, ഉന്മേഷമുള്ളവളായി തീരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ രോഗത്തെ അതിജീവിക്കുവാൻ വേണ്ടുന്ന ധൈര്യം എനിക്ക് നൽകി തരണമേ. എൻ്റെ രോഗത്തെ നേരിടുവാൻ വേണ്ടുന്ന ബലം എനിക്ക് നൽകി തരണമേ. എൻ്റെ രോഗത്തിന്മേൽ ജയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകി തരുമാറാകണമേ. ഇന്നു മുതൽ രോഗം മാറിയില്ലെങ്കിലും എൻ്റെ ശരീരത്തിലുള്ള സൗഖ്യം ഞാൻ അനുഭവിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ ഇത്രയും നാളെ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ അത് എനിക്കൊരു എഫക്റ്റ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ, ഇന്നു മുതൽ ആ എഫക്റ്റീവ്നെസ് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞാൻ എൻ്റെ ശരീരത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ഭവനത്തിൽ ജീവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കുവാനാണ് ബലപ്പെടുത്തിയിരിക്കുന്നത്. നീ എന്നെ ഒരു അനുഗ്രഹപാത്രമായി ാണ് കണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹം ഞാൻ അനുഭവിക്കുന്നതിനാൽ സ്തോത്രം. നീ നിന്റെ വൻകാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ 2026 ഞാൻ അവകാശം പറഞ്ഞ് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സർവ്വതും എന്റെ പൊന്നപ്പച്ചന്റെ നാമത്തിന് മഹത്വമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. എനിക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബിന്ദു സിസ്റ്ററിനോട് ഒരുപാട് നന്ദി പറയുന്നു. ബെൻസൺ പാസ്റ്ററിനോട് നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ചതിന്, എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഈ വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും, എന്നെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹവും നന്മയും ഒരു സാക്ഷ്യവുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു. ആമേൻ. Amen.